പ്രിയപ്പെട്ടവരെ, പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് അങ്ങനെ പ്രത്യേകിച്ചൊരു വീഡിയോ ഒന്നുമില്ല. അതായത് ഇന്ന് ഞായറാഴ്ചയാണ്, നല്ല മഴയാണ്. അപ്പോൾ ഒന്ന് വിചാരിച്ചു ഇന്നത്തെ നമ്മുടെ ഫുഡിൻ്റെ നമ്മൾ എന്തൊക്കെ കുക്ക് ചെയ്യുന്നുള്ളൊരു വീഡിയോ ഇട്ടാലോ എന്ന് ഓർത്ത്. അങ്ങനെ രാവിലെ ഇറങ്ങി. സാധാരണ ഞങ്ങൾ ഞായറാഴ്ച ബീഫാണ് വാങ്ങിക്കുന്നത്. ഇന്ന് ഞങ്ങൾ ചിക്കൻ വാങ്ങിക്കാമെന്ന് വിചാരിച്ചു. നേരെ മഴയത്ത് ഇറങ്ങി. ഇത് ഞങ്ങളുടെ പള്ളിയാണ്. അപ്പോൾ ആ ഒരു കാഴ്ച നല്ല രസമില്ലേ? ഇതാ ഞാൻ എപ്പോഴും പോകുമ്പോൾ വീഡിയോയ്ക്കകത്തൊക്കെ ഉള്ളൊരു പാലവും പള്ളിയും അതാണേ. ഞാൻ ചിക്കനൊക്കെ വാങ്ങിച്ച് അതിൻ്റെ പ്രിപ്പറേഷൻ ഇനി ചെയ്യാൻ പോവാണ് കേട്ടോ. നമ്മൾ ഏകദേശം നമ്മുടെ ചിക്കൻ്റെ കറിയൊക്കെ റെഡി ആയിട്ടുണ്ട്. ഇത് ചിക്കൻ റോസ്റ്റാണ് ചെയ്തേക്കുന്നത്. ആദ്യം നമ്മൾ എണ്ണയ്ക്കകത്തിട്ട് ചിക്കൻ വറുത്തിട്ട് സവാള മസാല അത്യാവശ്യം എരിവും മഞ്ഞളും മുളകും ഒക്കെ പുരട്ടി വേണം വറുക്കാനിട്ട്. എന്നിട്ട് നമ്മൾ ഈ ഇഞ്ചി വെളുത്തുള്ളി സവോള എല്ലാം കൂടെ ഉള്ള മസാലയും എല്ലാം കൂടെ മസാലയാക്കിയിട്ട് നമ്മൾ റോസ്റ്റ് ചെയ്തെടുക്കുന്ന ഒരു ചിക്കൻ റോസ്റ്റാണ് നമ്മുടെ ഇന്നത്തെ സ്പെഷ്യൽ. പിന്നെ നമ്മൾ ഇന്നലെ വാങ്ങിച്ച കിളിമീൻ്റെ നമ്മൾ ഫ്രൈ ചെയ്യാനായിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു ഒരു 3 എണ്ണം. അതെടുത്ത് നമ്മൾ ഫ്രൈ ചെയ്തിട്ടുണ്ട്. പിന്നെ ഉള്ളത് ഏത് നോൺ വെജിൻ്റെ കൂടെയും എനിക്കൊരു വെജിറ്റബിൾ വേണം കേട്ടോ. അപ്പം ഈ ചിക്കൻ്റെ ഈ പെരട്ട് കൂടാതെ ചിക്കൻ്റെ ഈ റോസ്റ്റ് കൂടാതെ എനിക്കൊരു ക്യാരറ്റ് ഒന്നും ഉണ്ടായിരുന്നില്ല വെജിറ്റബിൾസ്. അപ്പോൾ നമ്മളൊരു ക്യാരറ്റ് കണ്ടു. ക്യാരറ്റ് നോക്കിയപ്പോൾ ക്യാരറ്റ് ഒന്ന് തോരൻ വെക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ ക്യാരറ്റ് തോരൻ വെച്ച്. അതാണ് നിങ്ങളീ കാണുന്നത്. ഒരു 2-3 എണ്ണേ ഉള്ളൂ. അതുകൂടെ നമ്മൾ തോരനെ സെറ്റാക്കുകയാണ്. അപ്പം എനിക്ക് ഒത്തിരി ഇഷ്ടമാണ് കേട്ടോ ക്യാരറ്റ്. നിങ്ങൾക്ക് ക്യാരറ്റ് ഇഷ്ടമാണോ? നിങ്ങൾക്ക് ചിക്കനാണോ ഇഷ്ടം അതോ കിളിമീനാണോ ഇഷ്ടം? കമൻറ്റ് ചെയ്യണം കേട്ടോ. അങ്ങനെ നമ്മുടെ ക്യാരറ്റ് തോരനുള്ള തേങ്ങയും കൂടെ ഇട്ട് നമ്മളൊന്ന് സെറ്റാക്കുകയാണ്. ഇത് കുക്കിംഗ് വീഡിയോസ് എടുക്കാനായിട്ടൊരു പ്രശ്നമെന്ന് വെച്ചാൽ എനിക്ക് വീഡിയോസ് എടുത്തു തരാൻ ആരുമില്ല. നമ്മുടെ എന്താ പറയുക, അപ്പം അതിൻ്റെ ഒരു കുറവും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതെല്ലാം സെറ്റാക്കണം. നമ്മുടെ യൂട്യൂബിലെ വീഡിയോ ഒക്കെ ഒന്ന് റീച്ചായിട്ട് വേണം. നല്ല നല്ല വീഡിയോസൊക്കെ അപ്ലോഡ് ചെയ്തിട്ട് നല്ല നല്ല വീഡിയോസൊക്കെയാണ് ഇതുവരെ ഇട്ടുകൊണ്ടിരുന്നത്. അപ്പം നിങ്ങളുടെ എല്ലാവരുടെയും വീഡിയോ കാണുന്ന എല്ലാവരും എന്താ പറയുക, നമുക്ക് മാക്സിമം സപ്പോർട്ട് തരണം, ലൈക്ക് തരണം. നിങ്ങൾക്ക് എന്താണ് ഇഷ്ടപ്പെടാതെ അല്ലെങ്കിൽ ഇനി എന്ത് വീഡിയോ ആണ് കാണേണ്ടത് എന്നൊക്കെ ഉള്ളതൊന്ന് കമൻറ്റ് ചെയ്യുക. അല്ലെങ്കിൽ ഇതിനുള്ള പോരായ്മകൾ അതും ഒന്ന് കമൻറ്റ് ചെയ്യുക. എന്നാലൊക്കെയല്ലേ നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റത്തുള്ളൂ. അങ്ങനെ നമ്മുടെ ക്യാരറ്റ് തോരൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ചോറെടുത്താലോ. അപ്പം നമുക്ക് ഒരു പ്ലേറ്റ് എടുത്തിട്ട് ഇനി നമുക്ക് ചോറെടുക്കാം. നമ്മുടെ ഫേസ്ബുക്കിൽ ഞാൻ മിക്ക ദിവസങ്ങളിലും ലഞ്ച് സീരീസ് ചെയ്യാറുണ്ട്. അപ്പം അതിനും കൂടിയാണ് മിക്ക ദിവസങ്ങളിലും ചോറും കറികളും എല്ലാം സെപ്പറേറ്റ് ആക്കി എടുത്ത് ലഞ്ച് സീരീസ് ചെയ്യാറുണ്ട്. അത് കണ്ടിട്ടില്ലെങ്കിൽ അന്നുമറിയത്തുള്ള ഫേസ്ബുക്കിൽ പേജ് എടുത്താൽ നമ്മുടെ മിക്ക ദിവസത്തെ ലഞ്ച് സീരീസ് ലഞ്ചിൻ്റെ ചോറും കറികളും ഒക്കെ നമ്മൾ അപ്ലോഡ് ചെയ്യുന്നുണ്ട്. അങ്ങനെ നമ്മൾ ചോറെടുക്കുകയാണ്. ഒരു കയ്യിൽ ക്യാമറയും ഒരു കയ്യിൽ തവിയാണ്. അതിൻ്റെ ഒരു പോരായ്മകളുണ്ട്, എല്ലാവരും ക്ഷമിക്കണം. ഇത് നമ്മുടെ ചിക്കൻ പെരട്ട് ഇച്ചിരി എരിവ് കൂടിപ്പോയിട്ടുണ്ട് കേട്ടോ. എന്നാലും ടേസ്റ്റിയാണ് സംഭവം. അങ്ങനെ നമ്മുടെ ചിക്കൻ പെരട്ടും ഒരു കറിപ്പാത്രത്തിനകത്ത് ആക്കുകയാണ്. കുറച്ചേ എടുക്കുന്നുള്ളൂ. നമുക്ക് എല്ലാവർക്കും കൂടെയാണ് ഫുഡ് വെച്ചിരിക്കുന്നത്. ഇനി നമ്മുടെ തോരൻ എടുക്കാം അല്ലേ. ഇതാണ് നമ്മുടെ തോരൻ റെഡി ആയിട്ടുണ്ട്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ തോരൻ. അങ്ങനെ തോരനും എടുത്തു. പിന്നെ ലാസ്റ്റ് നമ്മുടെ മീൻ വറുത്തൊന്നും കൂടെ എടുത്താൽ ഇന്നത്തെ ഊണിൻ്റെ കാര്യം കുശാലായി. അപ്പം എന്താ പറയുക, വീഡിയോ കാണുന്ന എല്ലാവർക്കും വലിയൊരു സപ്പോർട്ടുണ്ട്. കാരണം ചെറിയ വീഡിയോസൊക്കെ 2-3 വ്യൂവേഴ്സൊക്കെ ഉള്ളൂ. നമ്മുടെ ഫ്രണ്ട്സ് ആണെങ്കിലും റിലേറ്റീവ്സൊക്കെ ആണെങ്കിലും പറയും ഞങ്ങൾ നിൻ്റെ വീഡിയോസ് എല്ലാം കാണുന്നുണ്ട് എന്നൊക്കെ പറയും. പക്ഷേ ആകെപ്പാടെ നമുക്ക് വ്യൂവേഴ്സ് 1-2 വ്യൂവേഴ്സൊക്കെ ഉള്ളൂ. ചില വീഡിയോസൊക്കെ മാത്രമേ ആൾക്കാർ 100 മേളിൽ പോകാറുള്ളൂ. അപ്പോൾ ഈ വീഡിയോ എല്ലാവരും മറക്കാതെ കാണണം, സപ്പോർട്ട് തരണം, നല്ല നല്ല കമൻറ്റ് തരണം. അപ്പോൾ ഓക്കെ, ഇതാണ് എൻ്റെ മീൻ വറുത്തത്. ഇത്തിരി പൊടിഞ്ഞു പോയിട്ടുണ്ട്, കിളിമീനായിരുന്നു. അപ്പോൾ ചിക്കനുള്ളപ്പോൾ നമ്മൾ വേറെ ഒന്നിനും മൈൻഡ് ചെയ്യത്തില്ലല്ലോ. ചിക്കനുള്ളപ്പോൾ അല്ലെ ബീഫുള്ളപ്പം. അപ്പം അതിൻ്റെതായ ഒരു ഒരു കുറവാണ്. അങ്ങനെ നമ്മുടെ ഫുഡെല്ലാം സെറ്റായിട്ടുണ്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ സപ്പോർട്ട് ചെയ്യണേ.